പി സി ജോർജ് നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ പി സി ജോർജ്, ലോക കേരള സഭയുടെ മറവിലാണ് വീണ്ടും വൻ ധൂർത്ത് നടക്കുന്നത്. പരസ്യ പ്രചാരണത്തിന്റെ പേരിൽ 3 കോടി രൂപക്കെടുത്താണ് അനുവദിച്ചത്. നേരത്തെ 3 കോടി അനുവദിച്ചതിന് പിന്നാലെ തന്നെയാണ് ഈ 3 കോടി രൂപയും അനുവദിച്ചത്. ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ കാണുന്നു താങ്കൾ? അതായത് പിണറായി വിജയൻ അവസാന കാലത്ത് കിട്ടാവുന്നതെല്ലാം മൂട്ടിച്ചോണ്ട് പോകുന്ന ഇടപാട്, അത്രയാണ് ഇതിനകത്ത് കാര്യം. എന്ത് ചെയ്യാൻ സഹിക്കല മാർക്കുണ്ടോ? 99 MLA പിന്തുണ കൊണ്ടിരിക്കുകയല്ലേ. ആരെങ്കിലും എതിര് പറഞ്ഞ അവൻ പോക്കുക. അത് തന്നെയല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ഓർക്കുമ്പോൾ അതിനകത്ത് മനപ്രയാസം. ഈ ലോക കേരള സഭ എന്ന് പറഞ്ഞതിന് കടുപ്പീര. അതിനകത്ത് കുറെ സഹാക്കന്മാര്, എല്ലാ രാജ്യത്തുള്ള കുറെ സഹാക്കന്മാര് നാട് വിട്ടുപോയന്മാർ ഇവിടെ കഞ്ഞുപിടിക്കാൻ കാര്യമില്ലാതെ പോയതാ. അവനെയൊക്കെ സർക്കാർ ചെലവിൽ കണ്ടെന്ന് ഇവിടെ വന്ന് പാർട്ടി സമ്മേളനം നടത്തുന്നുള്ളതല്ലാതെ ലോക കേരള സഭ എന്ന് പറയുന്നത് ഒരർത്ഥവും ഇല്ലാതെ വെറും വഞ്ചനയാണ്, മനുഷ്യക്കളിപ്പിലാണ്. ഞാൻ പങ്കെടുത്ത ആളായതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ സ്വാഭാവികമായിട്ട് ഗവൺമെന്റ് നടത്തുമ്പോൾ എല്ലാ MLA-മാരും പ്രതിപക്ഷ എല്ലാവരും പങ്കെടുക്കും, എല്ലാ രക്ഷകന്മാരും. ഞാനും അങ്ങനെ പങ്കെടുത്തിട്ടുണ്ട്. വല്ല കാര്യമുണ്ട് ഇതിനകത്ത്? ഇത് വെറും തട്ടിപ്പും വെട്ടിപ്പുവാ. ഇതൊക്കെ കരിങ്കയാണ്. പിണറായി വിജയൻ ഒന്നാമത് കൊള്ളയടിച്ച് തീർത്തിട്ടുണ്ട്. കാരണം ഇപ്പം കടം എത്ര കോടി രൂപയായി നശിച്ചു. ഇനി നശിപ്പിക്കട്ടെ. ഏതായാലും കിട്ടിയ അവസരങ്ങൾ ഉപയോഗിക്കട്ടെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ തീരാൻ പോവാണ്. കാരണം ബംഗാളിൽ എങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീർന്ന് 32 കൊല്ലം ഭരിച്ചുകൊണ്ടിരുന്ന ബീഹാർ ഭരിച്ചുകൊണ്ടിരുന്ന CPM ആണ് അവരുടെ തെറ്റായ നയത്തിന്റെ പേരിൽ പ്രത്യേകിച്ച് ഒരു തോട്ടം അല്ല ഒരു സ്ഥലം 1000 ഏക്കർ ഏറ്റെടുക്കുന്നതിനെ സംബന്ധിച്ചുണ്ടായ തർക്കത്തിന്റെ പേരിൽ ഒരു സീറ്റ് പോലും ഇല്ലാതെ മുഴുവൻ മമതാണർക്ക് കൊടുത്തിട്ട് മാറി നീക്കേണ്ട ഗതികേടുണ്ടായത്. അതുപോലെ കേരളത്തിലും സംഭവിക്കാൻ പോവാണ്. BJPയുടെ ശക്തമായ മുന്നേറ്റം ഉണ്ടാകാൻ പോവാണ്. BJPയുടെ മെമ്പർഷിപ്പ് കേരളത്തിൽ എല്ലാ വർഷം ഉണ്ടാകുന്നതിന്റെ ഇരട്ടി കൂടുതലായി കഴിഞ്ഞപ്പോൾ തന്നെ വലിയ ഒരു മെമ്പർഷിപ്പിലേക്ക് ഒരു 25 ലക്ഷം മെമ്പർഷിപ്പ് ഉണ്ടാകാൻ പോവാണ്. കേരളം അടുത്ത 26 തെരഞ്ഞെടുപ്പ് കേരളം പിടിച്ചെടുക്കാനാണ് BJPയുടെ ശ്രമം. അത് വിജയിക്കാൻ പോകുന്നു എന്നാണ് ഞാൻ കാണുന്നത്. വളരെയധികം നന്ദി ശ്രീ പി സി ജോർജ്. ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്. ലോക കേരള സഭയുടെ മറവിലാണ് വീണ്ടും വൻ ധൂർത്ത് നടക്കുന്നത്. പരസ്യ പ്രചാരണത്തിന്റെ പേരിൽ 3 കോടി രൂപക്കെടുത്താണ് അനുവദിച്ചത്. നേരത്തെ 3 കോടി അനുവദിച്ചതിന് പിന്നാലെയാണ് ഈ 3 കോടിയും അനുവദിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളാണ് രാജീവ് നൽകിയത്.